ഇടയ്ക്ക് പെയ്യുന്ന മഴയും നല്ല കാറ്റും പിന്നെ ഈ വേനലിന്റെ ചൂടും പൊടിയും എല്ലാം കൊണ്ട് ബാൽക്കണിയിൽ പെട്ടെന്ന് പൊടി പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ അടിച്ച് തുടച്ചില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റത്തില്ല മാറയിലൊക്കെ കയറ്റിയിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ക്ലീനിങ് അങ്ങോട്ട് പാസ്സാക്കാന്ന്. അപ്പോൾ ഫുൾ മാറാലൊക്കെ തട്ടി ഫുൾ അടിച്ചൊക്കെ വാരി. പിന്നെ ഈ മിറർ ഉണ്ടല്ലോ, ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതാണ് എനിക്ക് ഒറ്റക്കയിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിത് പോയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. പിന്നെ നമ്മൾ മിറർ ക്ലീൻ ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ വെള്ളം ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്തെടുത്താൽ മതി. അതുപോലെ കിട്ടുന്ന സമയത്ത് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് വിളക്ക് കാണിക്കുക എന്നുള്ളത്. സന്ധ്യാസമയത്തും അതേപോലെ മോർണിംഗ് ഫ്രഷ് ആയിട്ടും ഞാൻ വിളക്ക് കാണിക്കാറുണ്ട്. അത് മുടങ്ങാതെ തന്നെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ മനസ്സിന് ഭയങ്കര ശാന്തിയും സമാധാനമാണ്. ഇതും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ. വലിയ പണിയൊന്നുമില്ല. വൈകിട്ട് വിളക്ക് കാണിക്കുന്നതിന് മുമ്പ് നല്ല ഒന്ന് വൃത്തിയായിട്ട് ഫ്രഷ് ആയിട്ട് വേണം വിളക്ക് കാണിക്കാൻ. മോർണിംഗും പിന്നെ നിങ്ങൾക്ക് അറിയാലോ, സന്ധ്യാസമയത്ത് വിളക്ക് കാണിച്ച് നെറ്റിയിൽ ഭസ്മൊക്കെ തൊട്ട് ഒരു നാമപുസ്തകം കയ്യിലെടുത്ത് നാമം ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല കേട്ടോ. ഈ ഒരു ഹാഫ് ആൻ അവർ സമയം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിന് ഭയങ്കര സമാധാനം തരുന്ന സമയമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രാത്രിക്കുള്ള ഡിന്നറും എല്ലാം പ്രിപ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ തന്നെ അതൊക്കെ പെട്ടെന്ന് നമ്മുടെ ചെയ്ത് കഴിയുകയും ചെയ്യും. കാരണം നമുക്കൊരു എനർജിയും ഇൻട്രസ്റ്റ് ഒക്കെ എവിടെ നിന്നൊക്കെയോ വരും ആ ഒരു നാമം ചൊല്ലി കഴിയുമ്പോൾ. പിന്നെ നൈറ്റ് മിക്കപ്പോഴും ഞങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത്. ഓട്സ് കഞ്ഞിയും അതിന്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾ തോരനോ അല്ലെങ്കിൽ ഇതേപോലെ ഉള്ളിയും തക്കാളിയും മാറ്റിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പ്രിഫർ ചെയ്യുള്ളൂ. പിന്നെ വല്ലപ്പോഴുമാണ് നമ്മൾ ഒന്ന് ചേഞ്ചിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ രാഹുലായിട്ട് വരുമ്പോഴേക്കും ഞാൻ മാംഗോ ജ്യൂസ് അടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ മാംഗോ ജ്യൂസും മാംഗോ ലെസ് ഒക്കെ കുടിച്ച് ഇപ്പൊ അതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാതെയായി. ഞാൻ മാംഗോ കട്ട് ചെയ്ത് കഴിച്ചു. രാഹുലായിട്ട് ഞാൻ അവിടെ ജ്യൂസ് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ വരുമ്പോഴേക്കും അത്യാവശ്യം കൂളാവുമല്ലോ. നമ്മൾ എന്ത് തോരൻ ഉണ്ടാക്കിയാലും ഇതേപോലെ ഉള്ളി തക്കാളി മാറ്റിയാലും അതിന് മേലെ കുറച്ചൊന്ന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് അടച്ചു വെച്ചാലും നമ്മൾ കഴിക്കുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ രാഹുലായിട്ട് വന്നപ്പോൾ തന്നെ നഗറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തു. പിന്നെ ഇവിടെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ 2-3 ദിവസം മുമ്പ് നഗറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് വാങ്ങിയതാണ് ഈ കച്ചപ്പ്. അപ്പൊ അതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് ഈവനിങ് ചായ അടിപൊളിയായിരുന്നു. സോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ, സീ യു.